സഭയിലെ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. ലോകം മുഴുവനും ഭീതിയുടെയും നിരാശയുടെയും അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ പ്രിയ ദൈവമക്കളോട് വീഡിയോയിലൂടെ ദൈവീയ സന്ദേശം കൈമാറുവാൻ ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ ഞായറാഴ്ച ഭവനങ്ങൾ ദൈവസാന്നിധ്യം കൊണ്ട് നിറയുവാനിടയാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു വചനം വായിക്കാം. 1 പത്രോസ് 5-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. നിങ്ങൾക്കായി കരുതുന്നതാക്കിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇടുക. വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, വചനം പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇടുവാൻ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ചിതറിപ്പാർക്കുന്ന യഹൂദ ക്രിസ്ത്യാനികൾക്കായി എഴുതിയ ലേഖനമാണ്. ഈ ലേഖനം എഴുതുമ്പോൾ നിരവധി കൈപ്പേറിയ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്കായി എഴുതിയതാണ്. എന്നാൽ ഇന്ന് സാഹചര്യം വളരെ പ്രതികൂലമായിരിക്കുന്നു നമ്മുടെ രാജ്യത്ത്, ലോകം മുഴുവനും. ഈ കാലയളവിൽ വചനം നമ്മോട് പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാക്കിയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാനായിട്ടാണ്. അനവധി ചിന്തകൾ ഈ ദിവസങ്ങളിൽ നമ്മെ ഭരിക്കുന്നുണ്ട്. നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലൂടെ നിരവധി ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. മാരകമായ രോഗം അനവധി പേരെ കൊന്നുകൊണ്ട് ഇരിക്കുന്നു. നമുക്ക് സഭാരാധനയിലേക്ക് എന്ന് ഒരുമിച്ച് കടന്നു വരുവാൻ കഴിയും എന്ന ആശങ്ക ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഉപജീവന മാർഗത്തെക്കുറിച്ച്, തലമുറയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അങ്ങനെ പോകുന്നു നമ്മുടെ ചിന്താകുലങ്ങൾ. വചനം നമുക്ക് ഉറപ്പ് നൽകുന്നു, നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം ഉണ്ട്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാനായിട്ട് കരുതുന്ന ദൈവം. ഏലിയാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇനി മരിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ച മനുഷ്യൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു എന്ന് ഏലിയാവ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങൾ പറയുന്നത്, മരിപ്പാൻ ഇച്ഛിച്ച മനുഷ്യനെ ദൈവം കരുതിക്കൊണ്ട് അവൻ്റെ അടുക്കൽ ഒരു ദൂതൻ ഇറങ്ങി വന്ന് അവനെ തട്ടിവിട്ട അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിൽ ചുട്ട ഒരടയും ഒരു തിരുത്തി വെള്ളവും തലയ്ക്കൽ ഇരിക്കുന്നു. ദൈവം കരുതുന്ന ദൈവമാണ്. ഇസഹാക്കിന് വേണ്ടി മോറിയ മലയിൽ കരുതിയ ദൈവം, വിളിച്ച ദൈവം വിശ്വസ്തൻ. അവൻ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ദൈവം അല്ല. ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ അധ്യായം
6-ാമത്തെ വാക്യം പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നു. കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒരുപോലെ ഇന്ന് ഉത്കണ്ഠയിലാണ്. ഈ മഹാമാരി എന്ന് തീരും? ഈ നിരോധനം എന്ന് വിട്ടുമാറും? ഈ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഉറപ്പിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നീ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഒരു വിഷയത്തെ ചൊല്ലി വിചാരപ്പെട്ടത് കൊണ്ട് ഒരു മുഴം നീളം കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയത്തില്ല. ദൈവജനം പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്നവരായിരിക്കണം. സദൃശവാക്യം പ്രോവർബ് 12:25 വാക്യം പറയുന്നത്, മനോവ്യസനം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സ് ഇടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. ദൈവഹിതമല്ലാത്ത ചിന്തകളോട് ഈ ദിവസം നാം ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ദൈവം നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തന. അവൻ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ദൈവമല്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ഇടയാകും. ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഈ ദൈവിക ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ഉറപ്പിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളത് വാത്സല്യമായ സ്വർഗീയ പിതാവേ, ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കും. വിശുദ്ധ സഭാരാധനയായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ കർത്താവെ, ഞങ്ങളായിരിക്കുന്ന മേഖലകളിൽ ഞങ്ങൾ കർത്താവ് സംരക്ഷിക്കുന്നവർക്ക് നന്ദിയോടെ സ്തുതിക്കും. ഈ പ്രതിസന്ധികളൊക്കെയും വളരെ വേഗത്തിൽ മാറി ഒരുമിച്ച് കടന്നു വന്ന കർത്താവിനെ ആരാധിക്കുവാൻ ഞങ്ങൾക്കതിനുള്ള അവസരങ്ങൾ കർത്താവ് ഒരുക്കുവാനായി പ്രാർത്ഥിക്കുന്നു. നല്ല ദിനങ്ങൾ വേഗത്തിൽ മടങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാജ്യത്ത് വ്യാപരിച്ചിരിക്കുന്ന കൊറോണ വൈറസ് അത് പൂർണ്ണമായി വിട്ട് ആ രോഗത്തിൻ്റെ ആത്മാവ്, ആ വൈറസ് രാജ്യത്ത് നിന്ന് പൂർണ്ണമായി മാറ്റപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. ആഗോളമായ ഒരു വിടുതൽ കർത്താവ് കൽപ്പിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളുടെയും ഭവനങ്ങളിൽ ദൈവസാന്നിധ്യം കൊണ്ട് കർത്താവ് നിറയ്ക്കുവാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപ വ്യാപരിക്കുന്നു. എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കണം. ദൈവഭവനങ്ങളിലൊന്നും ഈ രോഗത്തിൻ്റെ ആത്മാവ് ദൃഷ്ടിവെക്കാതെ വണ്ണം കർത്താവ് കട്ടിമേലും ഉറപടിമേലും കർത്താവ് കാൽപിടിച്ചെഞ്ഞ രക്തത്താൽ മുദ്രയിട്ട അങ്ങനെ ചിറകി മറയ്ക്കുവാനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ എല്ലാ ഭവനങ്ങളിലും കാവലായി ഇറങ്ങി നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും കർത്താവ് സംരക്ഷിക്കും. ഒരു കുറവുണ്ടാകാതെ വണ്ണം സമൃദ്ധിയായി കർത്താവ് അനുഗ്രഹിക്കും. ദൈവകൃപ വ്യാപരിക്കും. ക്രിസ്തുയേശുവിൻ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ എല്ലാവർക്കും സന്തോഷത്തോടെ